ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു പ്രീമിയം തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തുണ്ടായ ഒരു ഇഷ്യൂവിനെയാണ് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ പ്രീമിയം തത്കാൽ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ്റെ അകത്ത് എറർ വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് മറ്റൊരു ഓപ്ഷനാണ് നോക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 10:23 പ്രീമിയം തത്കാൽ ചെയ്യാൻ നോക്കുവാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ. നമ്മൾ ലോഗിൻ ചെയ്യുവാണ്. ലോഗിൻ ചെയ്തു. നമ്മൾ ബയോമെട്രിക് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു. അല്ലെങ്കിൽ പിൻ നമ്പർ അടിച്ചു കൊടുക്കാം. എങ്ങനെയാണെങ്കിലും ബയോമെട്രിക് അല്ലെങ്കിൽ പിൻ നമ്പർ ഉപയോഗിച്ച് ഞാൻ ലോഗിൻ ചെയ്തു. ഞാനിവിടെ ഇപ്പം AC തത്കാൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ട്രെയിന് ടിക്കറ്റ് കൊടുത്തു. എറണാകുളം ടൗൺ ടു വഡോദര, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ പ്രീമിയം തത്കാൽ സെലക്ട് ചെയ്യുവാണ്. സെർച്ച് ചെയ്തു. അപ്പോൾ ഞാനിവിടെ 2 ട്രെയിനുണ്ട്. അതിൻ്റെ അകത്ത് ഞാനിവിടെ താഴത്തെ ട്രെയിനിൽ തേർഡ് AC സെലക്ട് ചെയ്യുവാണ്. 32 സീറ്റ് അവൈലബിൾ ആണ്. പാസഞ്ചർ ഡീറ്റെയിൽ എന്ന് കൊടുക്കുമ്പോഴത്തേനും ഇങ്ങനെ ഒരു എറർ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1-2 തവണ അടിച്ചു നോക്കിയിട്ടും ആയില്ലെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ എറർ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇവിടെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല. ആ ഒരു സമയത്ത് നമ്മുടെ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ ഗൂഗിൾ ക്രോമിലേക്ക് പോകുക. IRCTCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വരിക, ലോഗിൻ ചെയ്യുക. ഇവിടെ വന്ന് ലോഗിൻ ചെയ്യുക, ഡേറ്റും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എറണാകുളം ടു BRC സെയിം അത് തന്നെ ഒന്ന് എടുത്ത് കാണിക്കാം. ഞാൻ 4 എന്നുള്ളത് 5 എടുത്തു. ഓൾ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സസ് അല്ല, നമുക്കിവിടെ ജനറൽ എന്നുള്ളത് പ്രീമിയം കൊടുക്കാം. പ്രീമിയം തത്കാൽ എടുത്തു. സെർച്ച് ട്രെയിൻ കൊടുത്തു. ഇവിടെ ആ സെയിം ട്രെയിൻ ഇവിടെ 2 ട്രെയിനും വരുന്നുണ്ട്. അതിൻ്റെ അത് ഞാൻ തേർഡ് AC സെലക്ട് ചെയ്തു. ഇവിടെ അവൈലബിൾ ആണ്, അത് സെലക്ട് ചെയ്തു. ബുക്ക് നൗ കൊടുത്തു. യെസ് കൊടുത്തു. കണ്ടോ, ഇത് സൈൻ ഇൻ ചെയ്ത് നമുക്ക് ഞാൻ സൈൻ ഇൻ ചെയ്യാം. ഞാനിവിടെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടോ മുമ്പോട്ട് പോകുന്നുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 10:25 10:26 എങ്കിലും പ്രീമിയം തത്കാൽ ഇപ്പോഴും അവൈലബിൾ ആണ്. പക്ഷേ ആപ്ലിക്കേഷനിൽ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല, അപ്പം ആകുമില്ല. അപ്പം ഇങ്ങനെയൊരു ഓപ്ഷൻ അവൈലബിൾ ആണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു എറർ വന്നു. പെട്ടെന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം ആപ്ലിക്കേഷനിൽ നിന്ന് മാറി വെബ്സൈറ്റിൽ പോയി ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ആശയം കിട്ടിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാനിവിടെ 10:20 എന്നുള്ള ടൈമിൽ ഞാൻ ബുക്ക് ചെയ്ത എറണാകുളം ടു വഡോദര ട്രെയിൻ ടിക്കറ്റിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ചെയ്തെടുത്തത്. അപ്പം 10:20 എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പം അവിടെ എറർ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെബ്സൈറ്റിലേക്ക് വന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പം നേരത്തെ തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ടിരിക്കുക. യൂസർ നെയിമും പാസ്വേഡും എടുത്ത് മാറ്റി വെച്ച് നേരത്തെ തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിൽ ട്രൈ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഇവിടെ വന്ന് പ്രീമിയം തത്കാലാണെങ്കിലും ചെയ്യാൻ സാധിക്കും. തത്കാലിലും ഇതുപോലെ തന്നെ എറർ വരും. തത്കാലാണെങ്കിലും പ്രീമിയം തത്കാലാണെങ്കിലും സെയിം ആയിട്ട് ഇഷ്യൂ വരും. അപ്പോൾ ഇത് വാല്യുബിൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.